കടിമേടിക്കാൻ ഞാൻ കുറച്ച് നാൾ കൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിച്ച വർഷമായിരുന്നു. ഒരു 3 മാസം മുന്നേ ഒരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ച് ഇപ്പം വീട്ടിലായിരുന്നു. ഇപ്പം പുറത്തിറങ്ങി തുടങ്ങിയുള്ളൂ. നമ്മുടെ സുഹൃത്തൊരു വണ്ടിയൊക്കെ പുതുതായിട്ട് എടുത്തു, ഒരു ട്രയംബ് സ്പീഡ് 400 ഒക്കെ എടുത്തു. പക്ഷെ ഓടിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഇപ്പം കുറച്ച് നാളത്തേക്കും കൂടെ 6 മാസത്തേക്കും കൂടെ വണ്ടി ഓടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതും നടപടിയില്ല. പിന്നെ ഇതുപോലെ മലകളിലൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, അതും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് ബൈക്കിലൊക്കെ കയറി തുടങ്ങിയത്. സന്തോഷമുണ്ട്. മലകളിലും ഉള്ള യാത്രകളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ മുന്നോട്ടുള്ള ഒരു സന്തോഷങ്ങളൊക്കെ. ഇപ്പം വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും വീട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും വന്ന് നല്ല സന്തോഷങ്ങളുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങി കാറ്റൊക്കെ അടിച്ച് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. ആ സാധനം കുറവുണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടും ഒരു ആശ്വാസമുണ്ട്. ഈ സ്ഥലം ഞാൻ ഇതിനു മുന്നേ പലതവണ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ 2-3 പേര്, സച്ചിന്, അജിത്ത്, 3 പേര് കൂടി ഇന്നിങ്ങ് പോരുമായിരുന്നു ഏതേ. പിന്നെ വണ്ടിയൊക്കെ ആണെങ്കിലും ഒന്ന് നന്നായിട്ട് കാണാം, വണ്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. വണ്ടിയുടെ സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യാനുള്ള അതിനുള്ള അറിവോ കാര്യങ്ങളോ എനിക്കില്ല. അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുണ്ടെങ്കിൽ പോലും അതിലും വ്യക്തമായിട്ട് ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുള്ള അതൊക്കെ ആയിരിക്കും അതിന് ഏറ്റവും നല്ലത്. അപ്പം റിവ്യൂ ഒന്നുമില്ല. വണ്ടി കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. ഈ ട്രാവലിനിടയ്ക്ക് കിട്ടിയ കുറച്ച് മൊമെൻറ്റ്സും അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസും പിന്നെ സൺസെറ്റ് ആയിരുന്നു, അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. അപ്പം അതൊക്കെ കൂട്ടിയിട്ടൊരു വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ പിൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 2023 തീരാൻ പോവുകയാണ്. അതിൻ്റെ കാര്യം 2023 സംഭവിച്ച നല്ല കാര്യങ്ങൾ കുറച്ചുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേരെ ഈ പറഞ്ഞ പോലെ വരില്ല, ഈ 2023 വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ ഈ 2023 പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു, അവരെ കാണാൻ സാധിച്ചു. പിന്നെ അതുപോലെ അറിയാലോ, ആക്സിഡൻ്റൊക്കെ പറ്റി വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ ആണ് ഒരു വലിയൊരു ഫംഗ്ഷൻ വെക്കുമ്പം വീട്ടിലെ ആളുകൾ വരുന്നതിനേക്കാളും നമുക്കെപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ എത്രയുണ്ടെന്നുള്ളതാണല്ലോ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ശക്തി. അപ്പം എന്നെ അറിയാവുന്ന ഒട്ടുമുക്കാലും ആളുകൾ എല്ലാവരും തന്നെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്, സങ്കടമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പഴയതുപോലെ തിരിച്ച് നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുതിയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ടാവും. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ താമസിക്കാതെ തന്നെ എല്ലാ വീഡിയോസും ചെയ്തു തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. അത് തുടങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ വണ്ടിയുടെ നല്ല അടിപൊളി വീഡിയോസ് കാണാം. സ്റ്റേ ട്യൂൺ. നമുക്ക് വീണ്ടും കാണാം.